പിന്നെ എനിക്ക് ചോദിക്കട്ടെ CPM-മാരോട്, നാളെ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര്? എന്റെ യുവ സുഹൃത്ത്. നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി, വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് വിചാരിച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നതെന്ന് ചോദിച്ച് നാടല്ലാത്ത ഉളുപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത മലയാളത്തിൽ ഉളുപ്പിലൊന്നുമില്ല സർ. ഉളുപ്പറ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ച ഭാഷയല്ലേ ഞാൻ ഉണ്ടാക്കിയ തെറ്റാ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെന്തിനാ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോ ഇങ്ങളെന്തിനാ ഈ പോരിയമാരെ പിറ്റി പോട്? ഇങ്ങളൊരു പാർട്ടിയല്ലേ? ഏതെങ്കിലും കോലിയന്മാര് എന്റെ മുസ്ലിയാർമാര് ആരെങ്കിലും പോയപ്പോ ഓരെ പോയിക്കാട് എന്തിനാങ്ങൾ ഈ തൊക്കണ്? നിങ്ങൾ CPM എന്നൊരു പാർട്ടിയല്ലേ? ഒരു അന്തസ് വേണ്ടേ? ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ? ഇല്ല, മോദിയന്മാരെ പോയി തക്ക. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യുന്നത്? പൗരത്വത്തിന്റെ പോയി മൂപ്പിന് പള്ളിക്കല കത്തി പറ്റിയ അവിടെ പോയിക്കാണ്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല. എന്തേ അത് കേന്ദ്രം നടപ്പാക്കണ്ടേ? നിങ്ങൾക്ക് എന്താ കഴിയാ? വെറുതെ ഞാൻ പള്ളിക്കല കത്തികുമാർ മാതിരിക്കുന്ന സമുദായത്തിന്റെ വക്താക്കളായി പ്രസംഗിക്കാം. ഒരൊറ്റ വോട്ടിട്ടോ പൊന്നാരി നിങ്ങളത് കൊണ്ടേ നിർത്തിയാലോ? എന്താ ഉണ്ടായത്? എന്നിട്ടോ നിങ്ങൾ കണ്ണൂർക്കാരത് മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലാ CPM-ന്റെ സെക്രട്ടറി ബഹുമാനായ MP ജയരാജൻ നമ്മളെ സുഹൃത്താണ്. പക്ഷെ എന്താ ചെയ്യാ, ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം, അവിടെ പോയിട്ട് ഒരു മൂല്യരെ കാണാനേ തെരഞ്ഞെടുപ്പിന് സഹായിച്ചിന് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി അത് ലീഗാരനോടെ ചോദിച്ച് നമ്മളെ ആൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി. എന്തിനാ ഇതിനൊക്കെ പോണ്? നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ്? ഈ മോനെമാരെ പിന്നെ നിങ്ങൾ നടക്കണം. എന്നാലും ഞങ്ങൾ സാറാവോളും. ഞങ്ങളെ കൗമിനൊക്കെ അറിയാം, നിങ്ങളെ ഈ ഏർപ്പത്താപ്പ് തരം നിങ്ങൾ എവിടെയാ പോകാത്ത? പിന്നെ ഇളവരം കരീം സ്ഥാനാർത്ഥി കരീം മുസ്ലിം കരീം വേറെ പണിയൊന്നും ഇളവരം കരീം പോരെ. എന്തിനാ പോയത്? തോട്ടത്ത് ഒന്ന് പറയണം. അവിടെ എല്ലാവരും ബന്ധം മനുഷ്യനല്ല നിങ്ങള്, ഒന്നിനെ നമ്മള് തമ്പുരാനല്ല നിങ്ങള്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ പോയിട്ട് കരീം ഇത് വെച്ച് പോയിട്ട് ഇളപുരം കരീം പണി ഇങ്ങോട്ടാണ് ഇങ്ങനെ പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ വടകര, കണ്ണൂർ, കാസർഗോഡ് നിങ്ങളൊന്ന് ചിന്തിക്കണം. പൊന്നാനി, മലപ്പുറം ഒന്ന് ചിന്തിക്കണം. 4 മൂല്യന്മാരിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തിന് ഞാനും നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യർ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളീക്കുന്ന വിഘടിച്ച് നമ്മളങ്ങനെ ചീത്തറിഞ്ഞ 2 കൂട്ട് മന്ത്രിന്റെ ഓഫീസിൽ ഞാൻ സ്വറ്റായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികയാണ്. അപ്പോൾ 2 മൂല്യന്മാര് വരുന്നത് അതിനിങ്ങനെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോ മന്ത്രിന്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ കുട്ടി ഇതൊക്കെ? എന്താണൊക്കെ? വാട്ട് ഹാപ്പൻ ടു യു? എന്ത് പറ്റി? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തൊക്കെ പറ്റിയത്? ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ?